ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 തീവ്രവാദി സംഘടനയാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയും അത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി പ്രസ്ഥാനം. നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല എന്നും CPM കൊന്നതാണ് എന്നും ആഞ്ഞടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആത്മബോധമുള്ള നവീൻ ബാബുവിനെ പോലെ ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും മാങ്കൂട്ടത്തിൽ പറഞ്ഞു. CPM നവീൻ ബാബുവിന്റെ കുടുംബത്തെ വഞ്ചിക്കുകയായിരുന്നുവെന്നും എക്കാലത്തും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കില്ല എന്നും ഈ അനീതികൾക്കെതിരെ ശക്തമായി പോരാടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ദൃശ്യങ്ങളിലേക്ക്. ഈ ലോകത്തിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകൾ ഏതെല്ലാം രീതിയിലുള്ള ചെയ്തികളാണോ ചെയ്യുന്നത്, ഏതെല്ലാം രീതിയിലുള്ള മനുഷ്യന്മാരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ രീതിയെല്ലാം അവലംബിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 തീവ്രവാദി സംഘടനയാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയും അത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി പ്രസ്ഥാനം. എത്ര നിഷ്കളങ്കരായ മനുഷ്യന്മാരെയാണ് നിങ്ങൾ കൊണ്ടിട്ടുള്ളത്. മട്ടന്നൂരിലല്ലേ നിങ്ങളുടെ ഒരു പണിമുടക്കിന്റെ പേരിൽ നിർത്തിയിട്ടിരുന്ന ബസ് കത്തിച്ച് നിങ്ങൾ 5 മനുഷ്യന്മാരെ ചുട്ടുകൊന്നത്. കോഴിക്കോടല്ലേ നിങ്ങളുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നടന്നിരുന്ന, നിങ്ങളുടെ രാഷ്ട്രീയത്തോട് ഇടക്കാലത്ത് ഉപയോഗിച്ച, നിങ്ങളൊരു വിയോജിപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ നിങ്ങളുടെ പാർട്ടി കൊണ്ട് കിട്ടുന്നതിന്റെ പേരിൽ PP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലുക ഇടകരയിലെന്നെ. ഒരു ചെറുപ്പക്കാരനെ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി സഞ്ചരിച്ചിരുന്ന വാഹനത്തിലുള്ള ഫുട്ബോൾ അറിയാതെ പറ്റിയെന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് പരസ്പരികാരത്തിന് ശുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരസ്പരികാരനെ കഴുത്തറുത്തുന്നത് കണ്ണൂർ തന്നെ. ഇങ്ങനെ ആളുകളെ കൊന്നിട്ടും കൊതിരാതെ അറപ്പുമാറിയ കൈകളുമായി എത്രകാലമാണ് CPM നിങ്ങൾ ഈ കൊലക്കത്തിയുമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിങ്ങൾക്ക് പോകുന്നത്? നിങ്ങൾക്കെല്ലാ കാലത്തും കരുത്തം ആവേശമാകുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള പെടും കുറ്റവാളി, കേരളത്തിൽ പോളിറ്റ്ബ്യൂറോയിലുള്ള കൊടീശ്വരിയായ പിണറായി വിജയനാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമാണ്. കൊന്ന അറപ്പുമാറിയ കൈ തന്നെയാണ് പിണറായി വിജയന്. അത് തൊട്ടിങ്ങോട്ട് നിങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെ, നിങ്ങളോട് രാഷ്ട്രീയമായി വിയോജിക്കുന്നവരെ, നിങ്ങളോട് രാഷ്ട്രീയമായി എതിർക്കുന്നവരെ ആരും കൊല ചെയ്യുക എന്ന രാഷ്ട്രീയമല്ലാതെ മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രപരമായ പിന്തുണ നിങ്ങളുടെ രാഷ്ട്രീയത്തിനുണ്ടോ? സാധാരണക്കാരായ എത്ര മനുഷ്യന്മാരെയാണ് നിങ്ങൾക്ക്. ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ ഉദ്യോഗവുമായി കടന്നു വന്ന നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ കൊന്നുകളഞ്ഞില്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയം കോൺഗ്രസ്, അയാളെ വെറുതെ രാഷ്ട്രീയം ലീഗ, അയാളെ വെറുതെ രാഷ്ട്രീയം UDFന്റെ രാഷ്ട്രീയത അല്ലല്ലോ. നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അയാൾ ജീവിച്ചിരുന്ന കാലമത്രയും പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം നിങ്ങളുടെ ഒരുമിച്ച രാഷ്ട്രീയം തന്നെയല്ലേ? നിങ്ങളുടെ ഉദ്യോഗസ്ഥ സമിതിയോട് ചേർന്ന് വരുന്ന ആളല്ലേ? അയാളെ നിങ്ങൾ കൊണ്ടുവരാം. എന്നിട്ട് പറയുകയാണ് അത് ആത്മഹത്യയാണ്. പാർട്ടിക്ക് ഇതിനകത്ത് പിന്തുണയില്ല. പാർട്ടിയുടെ സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പമാണ്. എന്നാൽ MP ഗോവിന്ദന്റെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു ഞങ്ങൾ ദിവ്യക്കൊപ്പമാണ്. അവസാനം ആരാണ് ജയിച്ചത്? MP ഗോവിന്ദന്റെ കുടുംബത്തിലെ സഹോദരമണി. അവർ പറഞ്ഞ രാഷ്ട്രീയത്തിൽ MP ഗോവിന്ദനും പാർട്ടിയിൽ എത്തിച്ചേർന്നു. ഒടുവിൽ പാർട്ടിയും ഗോവിന്ദനും പറഞ്ഞു ഞങ്ങളും ദിവ്യക്കൊപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ആത്മഹത്യയാണ് എന്ന്. ശ്രീ നവീൻ ബാബു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ പത്തനംതിട്ട ജില്ലക്കാർക്ക് ഇപ്പോൾ പറയുന്നത് അഴിമതി നടത്തിയ ആളാണ് എന്നാണ്. ഇനി നിങ്ങളുടെ വാദത്തിന് വേണ്ടി അഴിമതി നടത്തിയ ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ആളെ കൊല്ലാനുള്ള അവകാശം. അയാൾ അഴിമതിക്കാരനല്ല എന്ന് അയാളുടെ കുടുംബം, അയാളുടെ നാട്ടുകാര്, അയാൾക്കൊപ്പം ജോലി ചെയ്ത മുഴുവൻ ആളുകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് അയാൾ അഴിമതിക്കാരനാണ്. നിങ്ങൾ പറയുന്നത് അയാൾ ആത്മഹത്യ ചെയ്തതാണ്. ആത്മഹത്യ ചെയ്തതാണ് എന്ന് നിങ്ങൾ പറയുമ്പോ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, അത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ഉറച്ച നിലപാടുകളുള്ള മനുഷ്യനാണ്, ആത്മബലമുള്ള മനുഷ്യനാണ്. അങ്ങനത്തെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യില്ല എന്ന കാരണം തൊട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് മറ്റ് മാനവികമായ ഒരു കാരണമാണ്. ഈ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച് തന്റെ ജോലിയുടെ അവസാന കാലത്ത് നാട്ടിൽ തന്റെ കുടുംബത്തോടൊപ്പം ജോലി ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ
ആ മനുഷ്യൻ പിറ്റേ ദിവസം ട്രാൻസ്ഫർ കിട്ടി നാട്ടിലേക്ക് എത്തുകയാണ്. ആ നാട്ടിലേക്ക് എത്തുമ്പോ അയാൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് പറയാനുള്ള എന്താ കാരണം? പിറ്റേ ദിവസം അയാളുടെ വിരമം കാത്ത റെയിൽവേ സ്റ്റേഷനിൽ അയാളുടെ 2 പെൺമക്കളും ഭാര്യയും പോയി കാത്തിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുമൂന്ന് മനസ്സിലാലോചിച്ചു നോക്കൂ. ആ ട്രെയിൻ വന്ന് നിർത്തുമ്പോ നവീൻ ബാബു ഇറങ്ങുമെന്ന് പറഞ്ഞ് കമ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിൽ കാത്ത ആ 2 പെൺമക്കളും അയാളുടെ ഭാര്യയും കാത്തിരിക്കുകയാണ്. ട്രെയിൻ വന്ന് നിർത്തുമ്പോൾ മുതൽ ആലോചിക്കുന്നത് എപ്പോഴാണ് തന്റെ ജീവന്റെ പാതിയായി നവീൻ ബാബു കടന്നു വരിക എന്ന ആ മക്കൾ തീരുമാനിച്ചിട്ടുണ്ടാകാം ആദ്യം ഓടിപ്പോയി ബാഗ് വാങ്ങി കെട്ടിപ്പിടിക്കണമെന്ന്. അതിന് അവർ തീരുമാനിച്ചിട്ടുണ്ടാകാം ഓടിപ്പോയി തന്റെ പിതാവിന് ദീർഘകാലത്തിന് ശേഷം കാണുകയാണ്, മാത്രമല്ല നാട്ടിൽ ചെയ്യാൻ വരികയാണ്, അയാളെ ഓടിപ്പോയി ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം. അങ്ങനെ അവർ കാത്തിരിക്കുമ്പോ ആ ട്രെയിനിൽ നിന്ന് ഒന്നൊന്നായി ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവസാനത്തെ ആൾ ഇറങ്ങി ആ തീരങ്കി മുന്നോട്ട് കടന്നു പോകുമ്പോ എന്തായിരിക്കും ആ കുടുംബത്തിന്റെ പരമാവധി ആശങ്ക? ആ മക്കൾ വിചാരിച്ചിട്ടുണ്ടാകില്ലേ, അയ്യോ നിങ്ങളുടെ അച്ഛൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം, ഇന്നലെ രാത്രിയിൽ വിളിച്ച് ആളെ രാവിലെ എത്തുമെന്ന് പറഞ്ഞയാളാണ്, എന്റെ അച്ഛൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കും എന്റെ അച്ഛൻ ഇറങ്ങാതെ പോയത്, എന്റെ അച്ഛൻ അടുത്ത സ്റ്റേഷനിലായിരിക്കും ഇറങ്ങുക, അവരാരാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്, ഇവിടെയായിരിക്കും ഇറങ്ങുക, എപ്പോഴായിരിക്കും അദ്ദേഹം ഉറങ്ങുക? ഭർത്താവ് ആ മനുഷ്യന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം തങ്ങളുടെ അച്ഛനെന്ന് വിചാരിച്ചിരിക്കുന്ന ആ 2 കുഞ്ഞു പെൺമക്കളുടെ മുന്നിലേക്കാണ് നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യന്റെ മൃതശരീരമെത്ര എന്ന് പറയുമ്പോ അയാൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് ഞാൻ പറയുന്ന കാരണം അയാൾ ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് അയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ആ കുടുംബത്തെ വിളിച്ചിട്ടെന്ന് പറയും, നാളെ ഞാൻ വരുന്നില്ല, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തിരിക്കേണ്ട കാര്യമില്ലായി. ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അയാളുടെ ആദ്യത്തെ അവസാനത്തേക്ക് പോവുക അദ്ദേഹത്തിന്റെ ഭാര്യക്കായിരിക്കും, നിങ്ങൾ നാളെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് പറയാതിരിക്കുന്നിടത്തോളം കാലം, ആ കുടുംബത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിടത്തോളം കാലം ഉറപ്പാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, അയാളെ കൊന്നു കെട്ടിത്തൂക്കിയത് തന്നെയാണ്. ആ കെട്ടിത്തൂക്കിയത് ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അതേ നേതാക്കന്മാർ തന്നെയാണ് നമ്മുടെ ധീരനായ ഷുഹൈബിനെ കൊല്ലാനുള്ള വാറന്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത്.